സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ അർത്ഥവത്തായ പ്രസംഗം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആശയ ദൃഢമായ സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ലോകോത്തര പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് റാബി അൽ ഹസനി നദ്വിയുടെ ഘനഗംഭീരമായ പ്രസംഗം കഴിഞ്ഞു. ഡോക്ടർ സായിദ് അബ്ദുള്ള അഹദിൻ്റെ ഇപ്പോൾ കേട്ട പ്രസംഗവും ഇവിടെ കഴിഞ്ഞു. നല്ല രണ്ട് പരിഭാഷയും കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ 54 വർഷം മുമ്പ് സ്ഥാപിച്ച് 52 വർഷം കോൺവൊക്കേഷൻ നടത്തുന്ന, ബിരുദദാനം നടത്തുന്ന ഈ സ്ഥാപനത്തേക്കാൾ അത്ര വലിയ ചരിത്രവും സേവനവുമുള്ള ഒരൊറ്റ സ്ഥാപനവും ഈ മണ്ണിൽ, ഈ കേരള സംസ്ഥാനത്തില്ല എന്നുള്ളത് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളി ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്നു. 54 വർഷം മുമ്പ് ഈ സ്ഥാപനം സ്ഥാപിച്ചത് ദീനീ സംരക്ഷണത്തിനാണ്. ഈ പണ്ഡിത യുവാക്കൾ അന്ന് തുടങ്ങിയതാണ് യാത്ര. ആ യാത്ര നമ്മുടെ ഗ്രാമങ്ങളിലില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ദീന് നിലനിൽക്കുമായിരുന്നില്ല. ഇവിടെ അലിഫും ബാവും പഠിക്കുമായിരുന്നില്ല. കുട്ടികൾക്ക് മതപരമായ യാതൊരറിവും ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, മഹല്ലുകൾ തോറും പള്ളികളും അതുപോലെയുള്ള കാര്യങ്ങളും സംരക്ഷിച്ചു പോകുമായിരുന്നില്ല. 54 വർഷം മുമ്പ് ആരംഭിച്ച ആ പ്രയാണം ഇപ്പോൾ ഈ രാജ്യത്ത് അതിലും വലിയ ഒരു പേഴ്സണലോ ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് ദീനിന് വേണ്ടി വാളോങ്ങിയപ്പോൾ ഈ സ്ഥാപനത്തിൽ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനം 10 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് തങ്ങളവറുകൾ ഇവിടെ നദ്വി പേഴ്സണൽ ലോ ബോർഡിൻ്റെ ചെയർമാന് കൈമാറിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദീനീ സംരക്ഷണമാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ഇവിടെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, ഇസ്ലാം പരിശുദ്ധ ദീന് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഒന്നാണ്, മനുഷ്യ സമൂഹത്തിനെ നന്നാക്കാനുള്ളതാണ് എന്നുള്ളത്. ഡോക്ടർ സയ്യിദ് അബ്ദുള്ള അരീദ് ഇവിടെ 2 വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യം എടുത്ത് പ്രഭാഷണം നടത്തി. മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് ഇവിടെ നാനാ ജാതി മതസ്ഥരും ജീവിക്കുമ്പോൾ അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്ഥാപിച്ചതിന് ശേഷം മദീനയിൽ ഏത് തരത്തിലാണോ ഒരു പ്ലൂറൽ സൊസൈറ്റിയെ കൊണ്ടുപോയത് എന്ന് അദ്ദേഹം ഇവിടെ വരച്ചു കാണിക്കുകയുണ്ടായി. നദ്വി സാഹിബാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാണ് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നുവെങ്കിൽ ഒരു മോഡിക്കും ശരീഅത്തുമ്മൽ തൊടാൻ സാധിക്കുകയില്ല എന്നുള്ളത് നദ്വി സാഹിബ് ഇവിടെ എടുത്ത് പറയുകയുണ്ടായി. ഇതാണ് ഇസ്ലാം, ഇതിനൊക്കെയാണ് നമ്മുടെ പ്രസ്ഥാനം, ഈ വഴിക്കാണ് നമ്മുടെ പൗർവികർ പണ്ഡിതന്മാർ നമ്മുടെ പ്രസ്ഥാനത്തെ, സംസ്ഥയെയും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിരിക്കുന്ന മുഴുവൻ സംഘടനകളെയും കൊണ്ടുപോയത്. തീവ്രവാദത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞു. എന്തിനധികം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രഭാഷണത്തിൽ ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്, കുടിവെള്ള സംരക്ഷണത്തിന്, വായു മലിനീകരണത്തിനുമൊക്കെ എതിരായി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ മഹല്ല് തോറും നിങ്ങൾ പ്രസംഗിക്കണം, വെള്ളിയാഴ്ച പള്ളികളിലും ഒക്കെ നിങ്ങൾ ആ പ്രബോധനം നടത്തണമെന്നാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ രാജ്യസ്നേഹമൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ ആരും വരണ്ട. ഇതിനേക്കാൾ വലിയ ഒരു പ്രകൃതി സംരക്ഷണമില്ല, ഇതിനേക്കാൾ വലിയ ഒരു തത്വശാസ്ത്രമില്ല. ഐഹികവും പാരത്രികവുമായ വിജയമാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ഘോഷിക്കുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന സ്ഥാപനമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പട്ടിക്കാട് ഇന്ന് വളർന്ന് അതിൻ്റെ അരനൂറ്റാണ്ടിലധികമായ കാലഘട്ടം പിന്നിട്ട് നിൽക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ രാജ്യത്ത് അത് ഇവിടെ ഇന്ന് നദ്വി സാഹിബിനെയും അതുപോലെ തന്നെ
ഡോക്ടർ സയ്യിദ് അബ്ദുല്ലാഹിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാന്ദർഭികമായി അനുയോജ്യമായ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അനുയോജ്യ കാലഘട്ടത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ അരനൂറ്റാണ്ട് കഴിയുമ്പോൾ മറ്റൊരു ചരിത്ര ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ യാത്രയും ഇതുവരെയുള്ള യാത്ര വിജയിച്ചു. അള്ളാഹു ഇനി അങ്ങോട്ടുള്ള യാത്രയും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്. ഞാനധികം പ്രസംഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ പ്രസംഗിച്ചു നിൽക്കേണ്ട വേദിയും അല്ല ഇത്. ഇവിടെ കോൺവൊക്കേഷൻ സ്പീച്ച് നടത്താൻ അലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ അനവധി പണ്ഡിതന്മാരും കാത്തിരിക്കുകയാണ്. ഈ വലിയ മിഷൻ, ഒരു വലിയ ലക്ഷ്യവും ഒരു വലിയ ഐഡിയോളജി അതുകൂടി ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു മിഷനും കൊണ്ട് ഇറങ്ങുന്ന നമ്മുടെ യുവ പണ്ഡിതന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.